ഇത്ര അധികം പ്രവർത്തകർ തെരുവിൽ കൊല്ലപ്പെട്ടിട്ടും ഒരു കടാരെടുക്കാൻ സ്വന്തം അണികളോട് ആവശ്യപ്പെടാത്ത ഇത്ര സംശുദ്ധനായ ഒരു നേതാവ് AP അബൂബക്കർ മുസ്ലിയാർ. ഒരു കാലത്ത് ഞാനും കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ അലിക്ക, ഇനിയുള്ള കാലം SSFൻ്റെ പ്രവർത്തകനായിട്ട് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇത് ഒരു റൌഫിനെ അല്ലെങ്കിൽ ഔഫിനെ കൊലപാതകത്തോടു കൂടി തീരുമാനിച്ചതല്ല. ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും സമാധാനം ആഗ്രഹിക്കണ ഒരു സംഘടന, ഈ സംഘടനയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അലിക്കങ്ങൾ എനിക്കൊരു മെമ്പർഷിപ്പ് നിങ്ങളെ നേതാക്കന്മാരോട് പറഞ്ഞിട്ട് എനിക്ക് തരണം. ആർക്കും എതിർപ്പില്ലെങ്കിൽ, ഇനി മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, SSF എന്ന് പറഞ്ഞ സംഘടനയായിട്ട് സഹകരിച്ച് ഇനിയുള്ള കാലം ഞാൻ പ്രവർത്തിക്കും. അത് ആ സംഘടനയ്ക്ക് യാതൊരുവിധ ദോഷം വരാത്ത രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ തൗഫീഖോട് കൂടിയിട്ട് ഞാൻ പ്രവർത്തിക്കും. അത് ഞാൻ മനസ്സിലുറപ്പിച്ചിരിക്കണേ. അതാണ് എനിക്കതിൽ അത്ഭുതം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പാർട്ടി ആയാലും ആരെ പാർട്ടി ആയാലും ഒരു തെറ്റ് ചെയ്തു, അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്ത്, അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന എന്താ വെച്ചാൽ, എന്നിട്ട് ആ കൊന്ന ആൾക്കാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ കൊലപാതകം ഒരു ആവശ്യത്തിന് നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിക്കണം നമ്മളെ നാട്ടിലെ ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ കേരളം അല്ലെങ്കിൽ വേറൊരു നാടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഒക്കെ നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ട് ആ കുടുംബം അനാഥായി എന്നുള്ളൊരു സങ്കടമല്ല, സ്വന്തം പാർട്ടിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതൊരു പാർട്ടി അംഗീകരിക്കുന്ന വിഷയമല്ല. ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരിക്കലും ഈ കൊലപാതകത്തെ ന്യായീകരിക്കില്ല. കാരണം ആര് കൊല്ലപ്പെട്ടാലും ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു ജീവൻ എടുക്കല്ലേ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അതൊക്കെ പോട്ടെ, ഓലിഷ്ടത്തിന് ചെയ്യട്ടെ. അതല്ല, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്നോട് പറയുന്നുണ്ടോ? എന്തായാലും ഒരുപാട് കുറ്റം ഞാൻ ഈ SSF പറഞ്ഞ സംഘടന ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് മനസ്സിലാക്കാത്തതാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ പ്രഹരങ്ങൾ കിട്ടിയിട്ടും യാതൊരു കുഴപ്പമില്ലാതെ സമാധാനം നമ്മൾ തിരിച്ചടിക്കേണ്ട, പടച്ചോൻ കൊടുത്തോളും, പടച്ചോന് വിട്ടുകൊടുക്കണ നിങ്ങളെ നേതാക്കന്മാരെയും നിങ്ങളെ പ്രവർത്തകരെയും മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും അവകാശപ്പെടാനില്ല. എന്തായാലും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കണ് നിങ്ങളെ സംഘടന. അപ്പം നിങ്ങൾ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാനൊരു അവസരം തരണം. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സഹകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പോൾ എനിക്കൊരു അവസരം തരണം എന്നുള്ളത് ഞാൻ മോള് പറഞ്ഞ പോലെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള SSFൻ്റെ നേതാക്കന്മാരോടും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോടും അണികളോടും എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങൾക്കൊരു SSFൻ്റെ മെമ്പർഷിപ്പ് തരുമോ? എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ സംഘടനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടോ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. ഒരു SSF പ്രവർത്തകനായിട്ട് ഇനി ബാക്കിയുള്ള കാലം മരിക്കോളം പ്രവർത്തിക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളൊരു മെമ്പർഷിപ്പ് ദയവായിട്ട് എനിക്ക് തരണം. അത് ഇതിൻ്റെ ഒരു അപേക്ഷയാണ്.